ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റോസ്. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ബൈ ദ വേ, ദിസ് ഇസ് ട്യൂസ്ഡേ. ഇന്ന് കുക്കു സാറിന് ഇംഗ്ലീഷ് എക്സാമാണ്. ആദ്യത്തെ എക്സാം ഡിക്റ്റേഷൻ ആയിരുന്നു, ഡിക്റ്റേഷനും കോൺവെർസേഷനും. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവരുടെ മെയിൻ എക്സാംസ് തുടങ്ങുവാണ്. അതായത് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതുന്ന എക്സാംസ്. ആസ് യൂഷ്വൽ രാവിലെ എണീറ്റ് ഞാൻ കാപ്പിക്കുള്ള വെള്ളവും ബോട്ടിൽ സ്റ്റെറിലൈസേഷനുള്ള വെള്ളമൊക്കെ ഒരുമിച്ച് കെറ്റിലാക്കുന്നുണ്ട്. പിള്ളേർക്കുള്ള പാല് ഗ്യാസിലേക്ക് വെച്ചു. രാവിലെ ഇന്ന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏത്തപ്പഴം ഇട്ട് പുഴുങ്ങുന്ന പുട്ട്. അപ്പോൾ പിന്നെ പഴം സെപ്പറേറ്റ് ഇട്ട് കുഴക്കേണ്ട കാര്യമില്ല. ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടും. കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കാൻ തുടങ്ങുവാണ് കേട്ടോ. നമുക്ക് ഇന്ന് മീൻ കറിയും വെജിറ്റബിളും മീൻ വറുത്തതും എല്ലാം ആക്കണം. ഉച്ച വരെ സ്കൂളുള്ളൂവെങ്കിലും ഞാനിതെല്ലാം നേരത്തെ തീർത്ത് വയ്ക്കും. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന് അങ്ങനെ ചോറ് കൊണ്ടിട്ട് കിടന്നുറങ്ങണം. ഉച്ചയുറക്കം എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. അത് നല്ലപോലെ ഉണ്ടിട്ടാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. അപ്പോൾ വരുന്ന പാടെ ചോറിട്ട് കഴിക്കാൻ പാകത്തിന് ഇവിടെ റെഡി ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് എക്സാംസിന് പോകുമ്പോഴത്തേക്ക് എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ടാണ് പോകുന്നത്. ഏത്തപ്പഴം ഇട്ട് പുഴുങ്ങുന്ന പുട്ടിന് പ്രത്യേകിച്ച് അങ്ങനെ റെസിപ്പിയൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഹൗ ടു സ്പോട്ട് ബാഡ് പീപ്പിൾ. റീസെൻ്റായിട്ട് ഞാൻ ഒരു 2-3 ആൾക്കാരെ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വെരി റീസെൻ്റ്ലി ആണ് എനിക്ക് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഓക്വേർഡായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. ലൈക്ക് ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നതിൻ്റെ തലേന്നെന്ന് പറയാം. മേ ബി യെസ്റ്റർഡേ. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ചില ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ഒരു ദ്രോഹവും ചെയ്യാതെ എന്നെ ദ്രോഹിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാർക്ക് ഞാൻ തിരിച്ച് പണി കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അതായത് ഞാൻ ആദ്യമേ പറയും ഇതെന്നെ വേദനിപ്പിക്കുന്നു, ദിസ് ഹേർട്ട്സ് മീ എന്ന് പറയും. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ ടൈമേ പറയത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഞാനത് എൻ്റെ ഒരു ഫിലോസഫി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒരാളൊരു കല്ലെടുത്ത് എറിയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നോക്കുക എനിക്കത് വേദനിക്കണമെന്ന്. വീണ്ടും എറിയുമ്പോൾ അതേ കല്ലെടുത്ത് നമുക്ക് എവിടെ എറി കൊണ്ടുപോകും അങ്ങോട്ടേക്കൊരു എറി കൊടുക്കുക. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഒക്കെ അതെന്തോരം ഹേർട്ട്ഫുള്ളായിരുന്നു എന്ന്. പക്ഷേ ഇതുപോലെ കിട്ടിയ അളവിൽ അതേ കണക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അപ്പുറത്തെ ആൾ അവൈലബിൾ ആവണം എന്നില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഞാൻ പതുക്കെ എന്നെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മൈൻഡിനെ മാറ്റാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ ചിന്തിച്ച് ഞാൻ മാറിയപ്പോൾ ഐ തോട്ട് ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. നമ്മൾ ഈ മനുഷ്യരെ പുഴുക്കളായിട്ട് കണ്ടാൽ മതി, ഇൻക്ലൂഡിങ് അസ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിലൊരു പറച്ചിലുണ്ട്, അവസാനം എല്ലാവരെയും പുഴു അരിക്കേണ്ടതാണ്, പുഴു തിന്നേണ്ടതാണ്, ആ ഓർമ്മയിൽ വേണം ജീവിക്കാനെന്നുള്ളത്. ക്രിമേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് വ്യത്യാസമാണല്ലോ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെ കാണാം. ചിലത് കാറ്റർപില്ലേഴ്സ് ആയിരിക്കും, ദേ വിൽ ടേൺ ഇൻ ടു ബട്ടർഫ്ലൈസ്. അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ തന്നെ നമുക്ക് വലിയൊരു ലെസണാണ്. പ്യൂപ്പ ആയിട്ടിരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരു സിറ്റുവേഷനിലിരിക്കുന്നു. പിന്നെ നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നു. പിന്നെ നമ്മൾ ഇഴഞ്ഞ് കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിച്ച് നമ്മുടെ അടുത്ത സ്റ്റേജിൽ നിൽക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഹാർഡ്ഷിപ്സ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് വിങ്സ് വരുന്നു. വി വിൽ ബി ഏബിൾ ടു ഫ്ലൈ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആകാൻ പറ്റുന്നു. അങ്ങനെയാണ് ചില ആൾക്കാർ. ഇനി വേറെ ചില ആൾക്കാർ, പുഴുക്കൾ അത് മുറിവുകളിലേ വരത്തുള്ളൂ. അഥവാ ഡെഡായിട്ടുള്ള ഡീകമ്പോസ് ആവാൻ പോകുന്നൊരു സ്റ്റേജിലേക്ക് ഒക്കെ എത്തുമ്പോഴേ വരത്തുള്ളൂ. മുറിവിലൊക്കെ കുത്തി നോവിക്കാനൊക്കെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് നമ്മൾ വീഴാൻ കാത്തിരിക്കും, എന്നിട്ടേ അവർ പണി തുടങ്ങത്തുള്ളൂ. ആൻഡ് ദർ ഈസ് ദിസ് അനദർ സെറ്റ്. അവരൊരു പ്രത്യേകതര ആൾക്കാരാണ്, ഈ ആട്ടാമ്പുഴുവൊക്കെ പോലെ. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് പറയും ഈ ആൾക്കാർ അത്ര ശരിയല്ല, കുറച്ച് സൂക്ഷിച്ച് ഡീൽ ചെയ്യണം എന്നൊക്കെ. നമ്മൾ വിചാരിക്കും പാവമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയി എന്തെങ്കിലും അതായത് സംസാരിക്കാനൊക്കെ തുടങ്ങുന്നു എന്ന് വിചാരിക്കാം. ചൊറിഞ്ഞ് മാന്തി പണ്ടാരം അടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇടപഴകാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാരല്ല. ഈ ആട്ടാമ്പുഴുവിൻ്റെയൊക്കെ പ്രത്യേകത, നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികളെ ആട്ടാമ്പുഴു ആട്ടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഒന്നിലും പോയി തൊട്ടില്ല, വെറുതെ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കളിച്ചതേ ഉള്ളൂ എന്നാണ്. അതായത് അവരുടെ ആ ഒരു ഓറയിലേക്ക് നമ്മളൊന്ന് എത്തിപ്പെട്ടാൽ മതി, അവർ നമ്മളെ മാക്സിമം പുൾ ഡൗൺ ചെയ്ത് നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് മൊത്തം അങ്ങ് നശിപ്പിച്ച് കളയും. അമ്മാതിരി ആട്ടാമ്പുഴുക്കൾ. അപ്പോൾ നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വാട്ട് വി ഷുഡ് ഡു ഇസ്, അവർ ഈ മുറിവും ഡെഡ് ബോഡിയും ഒക്കെ കഴിക്കാൻ വരുന്ന പുഴുവാണോ അതോ ആട്ടാമ്പുഴുവാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ആൻഡ് വി ഷുഡ് കീപ്പ് അവർ ഡിസ്റ്റൻസ്. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ.
ഈ കഥയിലൊരു ചെറിയ ഇടവേള. നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, അമ്മ ഉണ്ടാക്കുന്ന മുളക് കറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ കറി വയ്ക്കാൻ പറഞ്ഞാലും അമ്മ എനിക്കിഷ്ടമുള്ളതുപോലെയാണ് കറി വയ്ക്കുന്നത്. ആലൻ ഈസ് ഡിഫറെൻറ്റ്. ആലൻ എല്ലാ കറികളും ഇഷ്ടമാണ്, പക്ഷേ ഒരെണ്ണം തന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലും ചേഞ്ച് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അതും കൂടെ ഒന്ന് പരിഗണിക്കണമല്ലോ. അമ്മ ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഐ ക്യാൻ സേ ദാറ്റ് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ ഇപ്പോൾ പലതും നടക്കുന്നത്. അമ്മയായിരിക്കും മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ വ്ലോഗ് എടുക്കാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഷോർട്സ് എടുക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ. ചിലപ്പോൾ ഡിന്നർ അമ്മയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ അതെല്ലാം എൻ്റെ ഒരു എരിവിൻ്റെ പാകം, മധുരത്തിൻ്റെ പാകം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ മുളക് കറി വെക്കുന്നില്ല. അമ്മ ഇന്നലെ രാത്രി വെക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, മുളക് കറി വെക്കണ്ട, നാളെ അയില തിളപ്പിച്ചെടുക്കാമെന്ന്. അങ്ങനെ അമ്മ രാവിലെ അയില കട്ട് ചെയ്യുന്നുണ്ട് അവിടെ വെളിയിലിരുന്ന്. ഇപ്പോൾ ഈ ജാറിനകത്ത് സവാളയും കാശ്മീരി മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. അമ്മ എന്നോട് ചെറിയുള്ളി എടുത്താൽ പോരായിരുന്നു എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു എനിക്കിനി ഇരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ലയെന്ന്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് കുക്കുവിനെ പോയി എണീപ്പിച്ച് ഇരുത്തി പഠിപ്പിക്കണം. ഞങ്ങൾ വീട്ടിൽ പഠിക്കുന്നൊരു ബുക്കുണ്ട്. അതിൽ തലേന്ന് പഠിച്ചതെല്ലാം റിവിഷൻ സെഷൻ മുഴുവൻ അവൻ രാത്രി കാണാതെ എഴുതി വെച്ചിട്ടുണ്ടാവും. രാവിലെ ഞാൻ എണീറ്റ് വന്ന് ആദ്യം ചെയ്യുന്നത് അതേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വയ്ക്കും. അവൻ 8 മണിക്ക് വന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഫുൾ ആൻസർ ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതിൽ 1-2 മാത്രമേ മിസ്റ്റേക്സ് കാണത്തുള്ളൂ. അത് ഞാൻ അതേ ബുക്കിൽ അല്ലെങ്കിൽ വേറൊരു ബുക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ വേർഡ്സ് എഴുതിയിട്ട് കൊടുക്കും. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റോളം ഇവർക്ക് എക്സാം തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവനത് എഴുതി പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും നിലൂനും ഒക്കെയുള്ള ഫുഡ് റെഡിയായി. കുക്കുവിനും. ആലനില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാറില്ല. മധുരം രാവിലെ കഴിക്കുന്നത് നല്ലതല്ല. അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം. അപ്പോൾ അതേ നമ്മുടെ മീൻകറിയുടെ റെസിപ്പി ആദ്യം പറയാം. നേരത്തെ പറഞ്ഞ പോലെ ജാറിൽ സവാളയും കാശ്മീരി മുളക് പൊടിയും മാത്രമാണ്. ചെറിയുള്ളി ഉരിച്ചെടുത്താൽ കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. എനിക്ക് മടിയായിട്ടാണ്, സമയമില്ലാത്തതുകൊണ്ടും കൂടെയാണെന്ന് പറയാം. അപ്പോൾ അത് നല്ലപോലെ അരച്ച് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചേക്കുന്നത്. ചട്ടി വെച്ചിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ മീൻകറി. ഇതിനെ ഞങ്ങൾ തിളപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പുറത്ത് മീൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ചെറിയ പാരമീനാണ് വറുക്കാനിരിക്കുന്നത്. ഒരു 2-3 എണ്ണയേ ഉള്ളൂ. എനിക്കും അമ്മയ്ക്കും ഒക്കെ കഴിക്കാനായിട്ട് ആവശ്യത്തിൽ കൂടുതൽ അയിലത്തല ഇപ്പുറത്ത് തിളപ്പിക്കുന്ന ചട്ടിയിൽ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് വറുത്ത മീൻ എടുക്കുന്നില്ല. ഉള്ള ആ മീൻ അത്രയേ ഉള്ളൂ. പാരയോ കാരയോ സംതിങ് അതങ്ങ് പൊരിക്കുന്നു. എന്നിട്ട് കടുകൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത സവാള, കാശ്മീരി മുളക് പൊടി, എരിവ് വേണമെന്നുള്ളവർക്ക് ഇത്തിരി സാധാ മുളക് പൊടിയും ചേർക്കാൻ കേട്ടോ. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൈവച്ചെടുക്കണം നമ്മ ഇവിടെ ബാക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് സൺസ്ക്രീനൊക്കെ വാരി തേച്ച് അങ്ങോട്ട് ചെല്ലുന്നുണ്ടല്ലോ, പുകയും മുഖമൊക്കെ. ഇത്രയും മുളകല്ലേ. പിന്നെ എനിക്കിവിടെ പിരിയമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ ആ മുളക് ചേർത്തും ഇത് അരച്ചെടുക്കാം. പക്ഷേ മീൻ കറിക്ക് പൊതുവായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു കളറ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്. പ്ലസ് പിരിയമുളകും ചേർക്കാം. അങ്ങനെ ഇത് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പരലുപ്പാണ് ചേർത്തിട്ടുള്ളത്, അതാണ് നല്ലത്. പിന്നെ കുറച്ച് കറിവേപ്പില. എണ്ണം പറഞ്ഞൊരു 3 തുമ്മലൊക്കെ കഴിയുമ്പോഴത്തേക്ക് സാധനം റെഡിയായിട്ടുണ്ടാവും. എണ്ണ മേലെ ഇങ്ങ് തെളിഞ്ഞു വരും. ആ ഒരു പരുവത്തിലെത്തുമ്പോൾ വേണം നമുക്കിതിൻ്റെ അകത്തോട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാനായിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് പിഴിപുളി അതൊരു കിണ്ണിയിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന പുളി അത്ര ഹാർഡായിട്ടൊന്നും ഇരിക്കത്തില്ല. പച്ചവെള്ളത്തിലിട്ടാലും കുറച്ച് കഴിയുമ്പം നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ പാകത്തിനാവും. ആ പുളിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ജാറ് കഴുകിയ വെള്ളം. ഇതൊത്തിരി നീട്ടുന്നതിലും നല്ലത് അല്പം കുറുകിയിരിക്കുന്നത്. അതേ ഈ ഒരു പരുവത്തിൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ഭംഗിക്കും അല്പം പുളി മുന്തി നിൽക്കാനും ഒക്കെ ആയിട്ട് ഞാൻ 2-3 കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിടാൻ പാകത്തിന് അരപ്പ് നല്ലപോലെ തിളച്ച് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്കിപ്പോൾ കഴുകാനായിട്ട് ഈ ജാറും ആ ഒരു സ്പാറ്റുളയും മാത്രമേ ഉള്ളൂ. പൊരിച്ച മീൻ തിരിച്ചിട്ടത് അത് രണ്ടും ഞാൻ കഴുകി വെച്ചു. അമ്മ മീനൊക്കെ വെട്ടി പീസസ് ആക്കി ഇവിടെ കറിച്ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പും അമ്മ തന്നെയാണ് കേട്ടോ പുരട്ടിയത്. ഞാൻ പുട്ടുണ്ടാക്കുന്ന ഗ്യാപ്പിൽ അതൊക്കെ നടന്നു. അങ്ങനെയാണ് ഇപ്പുറത്ത് മീൻ വറുക്കാനിട്ടതും. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഇടയ്ക്ക് സ്ഥലമില്ലാന്ന് തോന്നിയപ്പോൾ കരണ്ടി കൊണ്ട് ഒന്ന് ഒതുക്കിയിട്ട് ബാക്കി ആൾക്കാരെയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് തിളയ്ക്കണം. അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ച് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം. അപ്പോഴേക്കും അതിരുന്നങ്ങ് വെന്തോളും. ആ ഉപ്പും പുളിയൊക്കെ മീനിലേക്ക് ഇറങ്ങണം. പിന്നെ പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. കറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. കറി അടച്ച് വെച്ചിട്ട് ഞാൻ മേലെ പോയി കുക്കു സാറിനെ വിളിച്ചുകൊണ്ട് വരട്ടെ. വെജിറ്റബിൾ ചെയ്തിട്ടില്ല, തിരിച്ച് വന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നല്ല ഉറക്കമായിരിക്കും. ഇപ്പോൾ ഉന്തും തള്ളും ഒക്കെ കൊടുത്ത് എണീപ്പിക്കണം. അതേണ്ട പോണു എൻ്റെ മൂത്ത മോൻ തലയിൽ കിളിക്കൂടും കൊണ്ട്.
അപ്പോൾ നമുക്കിനി ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ കാണാം. ഞാൻ അന്ന് പറഞ്ഞില്ല ഇവിടെ പണി നടക്കുന്നുണ്ടെന്ന്, അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തീരദേശ റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അടച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്കൂളിലേക്ക് ഇനി പോകാൻ പറ്റത്തില്ല. ഈ കുരിശടിയുടെ സൈഡിൽ കാണുന്ന ഇപ്പോൾ ആ ഓട്ടോ വന്നില്ലേ, ആ വഴിയിൽ കൂടെ ആറ്റുകാലിൽ പോയിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ സാധാരണ എടുക്കുന്നതിനേക്കാളും ഒരു 4-5 മിനിറ്റ് കൂടുതലെടുക്കും സ്കൂളെത്താനായിട്ട്. രാവിലെയും ഇപ്പോൾ തകർത്ത് പണി നടക്കുന്നുണ്ട്. 2-3 ദിവസം മുൻപ് വരെ രാത്രി മാത്രമായിരുന്നു പണി. ഇപ്പോൾ രാവിലെയൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. നമ്മുടെ കുരിശടിയുടെ കറക്റ്റ് മുന്നിൽ, അതായത് ഈ ഒരു ടേൺ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാവണം ഇവിടെയും ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ടും അടച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഈ ഒരു ടൈമിൽ റെഡിയായി കാണും. ഇതേണ്ടേ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല പടപടാ തിളയ്ക്കുന്നു. ആരോ കിടന്ന് ഹോൺ അടിക്കുന്നു. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. ആരെയോ വിളിക്കുന്നതാണ്. അവർ കേൾക്കുന്നില്ല എങ്കിലും നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ നിലു എണീറ്റ് വന്നു. അവനുള്ള അമൃതമാണ് അവിടെ എടുത്ത് വെച്ചത്. ക്യാമറ കണ്ട സ്ഥിതിക്ക് നിമ്മലെ ഇപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം വിടും. അവൻ പോകുന്നില്ല. അമൃതം കുടിക്കാൻ കൊടുത്തിട്ട് അതും വേണ്ട. എനിക്കാണെങ്കിൽ ഇനി വെജിറ്റബിൾ ഉണ്ടാക്കണം. കുക്കു സാറിനെ ഞാൻ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിച്ചണിൽ ഇരുത്തിയിട്ടുണ്ട്. അവൻ എഴുതാനും തുടങ്ങി. എന്തൊക്കെ പറഞ്ഞിട്ടും പോകുന്നില്ല. അപ്പോഴാണ് എനിക്ക് വെളിയിൽ പണി നടക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ വലിയ JCB അവിടെയുണ്ട്, പോയി കാണുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവനെ എടുത്ത് അങ്ങോട്ടേക്ക് പോയി. അധിക നേരം പുറത്ത് നിർത്താൻ പറ്റത്തില്ല. നല്ല രീതിക്ക് പൊടിയുണ്ട് വെളിയിൽ. രാവിലെ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ച പാല് തണുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കുക്കു സാറിന് കൊടുത്തു. അവനത് കുടിക്കുകയും അതിൻ്റെ ഇടയിൽ ആൻസേഴ്സൊക്കെ എഴുതി വയ്ക്കുകയും ചെയ്യും. അതവിടെ നടക്കും. വെജിറ്റബിളിനായിട്ട് ഞാൻ ഇന്ന് കുറച്ച് ക്യാബേജ് തോരനാണ് കേട്ടോ വെക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ക്യാബേജ് എടുത്തിട്ട് വന്ന് അത് നല്ലപോലെ കുനുകുന അരിഞ്ഞ് അമ്മ പുട്ടിനായിട്ട് തിരികെ തന്ന തേങ്ങയിൽ ഇത്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. ബാക്ക് ടു ദ സ്റ്റോറി. ഞാൻ പറഞ്ഞ ഇന്നലെ ഉണ്ടായ സംഭവം. ആക്ച്വലി അതൊരു ഫേക്ക് അക്കൗണ്ടാണെന്ന് എനിക്കറിയാമായിരുന്നു. ദാറ്റ് പേഴ്സൺ ടോൾഡ് മീ സോ. ബട്ട് എന്നാലും ഞാനങ്ങനെ പല മെസ്സേജസിനും ഞാനങ്ങനെ റിപ്ലൈ കൊടുക്കാറുമില്ലായിരുന്നു. വീഡിയോനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ഇടുന്നതിനെ പറ്റിയിട്ടോ ഒക്കെ പറയുമ്പോഴത്തേക്ക് ഞാനൊരു താങ്ക് യു തിരിച്ചു പറയും. ദാറ്റ് വാസ് ഇറ്റ്. ഫേക്ക് അക്കൗണ്ട് ആണ് എന്ന് പുള്ളിക്കാരത്തി തന്നെയാണ് എന്നോട് പറഞ്ഞത്. യെസ്, നോട്ട് ദ പോയിൻറ്റ്, പുള്ളിക്കാരത്തി. പക്ഷെ വളരെ അബ്സേർഡായ, ഡിസ്റ്റർബിംഗ് ആയ, ഓക്വേർഡായ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ ബ്ലൂ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഇൻ ഷോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് എനിക്ക് മനസ്സിലായി ഇറ്റ് വാസ് ഇൻറ്റൻഷണൽ. ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു പുള്ളിക്കാരത്തി ആദ്യം തൊട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേക്ക് അക്കൗണ്ട് ആയിരുന്നിട്ടും ഗേളാന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചത് എൻ്റെ മറ്റൊരു മണ്ടത്തരം ആയിരിക്കാം, അല്ലായിരിക്കാം, വാട്ട് എവർ. ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ഷോക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നേരത്തേക്ക് ഞാൻ എന്ത് ധൈര്യത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് പോകത്തില്ല, ദ ഒഡാസിറ്റി ഓഫ് സച്ച് പീപ്പിൾ. അങ്ങനെ വന്ന് ഒരാളുടെ അടുത്ത് ചോദിക്കാൻ എങ്ങനെ പറ്റുന്നു, അത് തന്നെ എന്ത് ധൈര്യത്തിൽ ആടാ ഡാഷ് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷേ എനിക്ക് ആ ലെവലിലേക്ക് താഴാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ യക്ക് എന്നിട്ടിട്ട് അതങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില സെറ്റ് ഓഫ് വേംസിനോട് നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റത്തില്ല. ആട്ടാമ്പുഴുവിൻ്റെ കേസ് പറഞ്ഞ പോലെ വീണ്ടും അങ്ങോട്ടേക്ക് ചെന്നാൽ നമ്മൾ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ്പ് അവർ ഡിസ്റ്റൻസ്. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ആളെ അറിഞ്ഞുകൂടാത്ത ഫേക്ക് അക്കൗണ്ട്സിൽ. നിങ്ങൾക്കറിയാമോ, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ഹെൽമെറ്റ് ഇട്ടൊരു പ്രൊഫൈൽ പിക്കുള്ള ഒരാൾ ഇതുപോലെ വെറും വൃത്തികെട്ട രീതിയിൽ വന്ന് ചില കമൻസൊക്കെ ചെയ്യുമായിരുന്നു. ഈ കമൻസൊക്കെ വരുന്നത് കറക്റ്റ് രാത്രി ഒരു 3 മണി സമയത്തൊക്കെയാണ്. നമ്മൾ നല്ല ഉറക്കമായിരിക്കും. ആരെങ്കിലും എന്നെ വിളിച്ചിട്ടെടി നീ കമൻറ്റ് നോക്കിയോ എന്നും പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോഴാണ് ഹെൽമെറ്റ് ഇട്ട മാന്യൻ. അത് അവൻ്റെ പിക്കൊന്നും ആയിരിക്കത്തില്ല, എവിടെ നിന്നോ ഡൗൺലോഡ് ചെയ്ത പിക്കാണ്. നമ്മളിത് അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നേരം വെളുത്തും പോകുമല്ലോ. അപ്പോൾ അത്രയും നേരം ഈ കമൻറ്റ് അവിടെ കിടക്കും, ലൈക്ക് സംബഡീസ് ഡാഷ് ഇസ് ദെയർ ഓൺ മൈ അക്കൗണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ നാളത്തേക്ക് ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റ്സ് ഓഫ് ആക്കിയിട്ടിരുന്നു. ക്യാബേജ് തോരൻ അതിൻ്റെ ഇടയിൽ റെഡിയായി. സ്റ്റോറിയുടെ ബാക്കി ഞാൻ പറയാം. അതിന് മുൻപ് എനിക്ക് ലൈഫിൽ ഒരു ബട്ടർഫ്ലൈനെ കുറിച്ച് പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നിക്സൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ FBയിലാണ് വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ആദ്യത്തെ, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫോട്ടോ ഫ്രെയിം എൻ്റെ ചാനലിന് ഓൾ വിഷസൊക്കെ അറിയിച്ചിട്ടൊരു ഫ്രെയിം എനിക്ക് കൊണ്ട് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇന്നലെ വന്നിരുന്നു. അയർലൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞു.
അപ്പോൾ പിള്ളേർക്കായിട്ട് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളുടെ കൂട്ടത്തിലുള്ളതായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇന്ന് തൊട്ട് കുക്കു സാറിന് ഇത്തിരി ഗമയൊക്കെ കൂടും കേട്ടോ. ചോക്ലേറ്റ്സും സ്പ്രിങ്കിൾസും ഓറിയോയും ഒക്കെ ഉണ്ടല്ലോ സ്നാക്സിന് കൊണ്ടുപോകാനായിട്ട്. രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമായി, എനിക്കും ഒരുപാട് സന്തോഷമായി. നമുക്ക് റെയറായിട്ടേ ലൈഫിൽ ഇതുപോലെ ബട്ടർഫ്ലൈസിനെ കിട്ടത്തുള്ളൂ, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരെ കിട്ടത്തുള്ളൂ, അതായത് നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഇവിടെ വന്നു, ഞങ്ങൾ അലനും എല്ലാവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. കോഫി അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ റീൽസിലൊക്കെ ചെയ്യുന്ന എൻ്റെ ഇപ്പോഴത്തെ മെഷീൻ കോഫി, ഉഡായിപ്പ് മെഷീൻ കോഫി. പുട്ട് തിന്നാൻ പഞ്ചസാരയില്ല. അമ്മയും നിലുവും കൂടെ കടയിൽ പോയിട്ട് പഞ്ചസാര മേടിച്ചുകൊണ്ട് വന്നു. അതാണ് കുഞ്ഞി കയ്യിലെ കുഞ്ഞി കവർ ഓഫ് ഷുഗർ. എന്നിട്ട് കുക്കു സാറിൻ്റെ സ്കെയിലിൻ്റെ പാക്കറ്റൊക്കെ അടിച്ചുകൊണ്ട് പോയി കേട്ടോ. തൈ കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു തെരച്ചിൽ നടത്തിയപ്പോഴത്തേക്ക് ബാഗിൽ നിന്ന് കിട്ടി. അങ്ങനെ അപ്പോൾ നിക്സൺ ചേട്ടൻ അയർലൻഡിലേക്ക് പോവുകയാണ്. ഐ വിഷ് ഹിം ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും നമുക്ക് വിഷ് ചെയ്യാം അല്ലേ. നല്ല മനുഷ്യർ റെയറായിട്ടല്ലേ വരത്തുള്ളൂ. ലൈഫിലെല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റ് ഞാനിങ്ങനെ ഓഫാക്കി ഇട്ടിരുന്ന ആ ഒരു സമയത്ത് വിദ്യ നായർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊരു ചേച്ചിയുണ്ട്. ഞങ്ങൾ അത്ര ക്ലോസ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ എനിക്ക് ചേച്ചീൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ഇങ്ങനെ കാര്യം പറയണമെന്ന് തോന്നി. അപ്പോൾ ഒരു പ്രാവശ്യം ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കമൻറ്റ് ഓഫ് എന്ന്. അപ്പോൾ ഞാൻ ഒരു ദിവസം നൈറ്റ് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര ശല്യമാണ്, ഓരോ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോഴും വേറെ വേറെ അക്കൗണ്ട്സ് തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ചേച്ചി എനിക്കൊരു ഓപ്ഷൻ പറഞ്ഞു തന്നു. നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ദർ ഈസ് ദിസ് അതർ ഓപ്ഷൻ ദാറ്റ് യു ക്യാൻ, നമുക്കത് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് ഓൾ ദ അക്കൗണ്ട്സ് ദാറ്റ് ദിസ് പേഴ്സൺ മേ ക്രിയേറ്റ്. അവരിനി അതേ മെയിൽ ഐ ഡിന്നോ അതേ ഫോണിൽ നിന്നോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സും നമുക്ക് ഓട്ടോമാറ്റിക്കലി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനത് ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതുവരെ ഈ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്ന അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെയുള്ള കണ്ണമ്മോനും കൂട്ടുകാർക്കും ഒക്കെ കൊടുത്തു. അപ്പോൾ അവന്മാർ എന്ത് ചെയ്തു, റെഗുലറായിട്ട് എടുത്ത് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ ശല്യപ്പെടുത്തി ആൾ പരിപാടി നിർത്തി. ഹൂവർ ദാറ്റ് വാസ്. പിന്നെ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ലാസ്റ്റത്തെ അക്കൗണ്ടും ഞാൻ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് സ്ക്രീൻഷോട്ടും അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഇനി ആരെങ്കിലുമൊക്കെ നോക്കിക്കോട്ടെ. നമുക്ക് ഇനിയും ഇതുപോലെ വന്നാൽ വി ക്യാൻ ജസ്റ്റ് ബ്ലോക്ക് ചെയ്യാലേ നിവർത്തിയുള്ളൂ. നേരിട്ട് ഒറിജിനൽ പേഴ്സണാലിറ്റിയിൽ വന്ന് അങ്ങനത്തെ സംസാരിക്കാൻ ധൈര്യം ഇല്ലാത്തവരാണ് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവരുടെ ആ പാവങ്ങൾ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. പുട്ടും പഞ്ചസാരയാണ് കഴിച്ചത്. നമ്മൾ രാവിലെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിന് ഷുഗർ എടുക്കാൻ പാടില്ല കേട്ടോ. ഇറ്റ് ക്യാൻ ലീഡ് ടു റാപ്പിഡ് ബ്ലഡ് ഷുഗർ സ്പൈക്സ് ആൻഡ് ക്രാഷസ്. അങ്ങനത്തെ നമ്മൾ അങ്ങനെ കഴിക്കുന്ന ഒരു ദിവസം നമ്മൾ ഒന്നും കഴിക്കാതിരുന്നിട്ട് നമ്മുടെ ബോഡിക്ക് നമ്മൾ ഷുഗർ ഫീഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഷുഗർ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എനർജിയൊക്കെ വരുന്ന സംഭവമാണല്ലോ. അപ്പോൾ നമുക്ക് ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് നമ്മൾ പിന്നെ എന്തൊക്കെ എരിവ് കഴിച്ചാലും നമുക്കിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ ഒരു ലഡുവോ ഒരു ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കാൻ തോന്നത്തില്ലേ, അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് ഷുഗർ എടുക്കുന്നുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വണ്ണം കൂടും. ഞാൻ സ്ഥിരം ഇടുന്ന ഷൂസ് നോക്കിയപ്പോൾ അത് നിലുവിട്ടുകൊണ്ട് നടക്കുന്നു. പിന്നെ ഈ തൊപ്പി തിരിച്ചു കിട്ടാനായിട്ട് തൊപ്പി വിൽപ്പനക്കാരൻ ചെയ്ത ഐഡിയ ഉണ്ടല്ലോ. ഞാൻ വേറൊരു ചെരുപ്പിട്ടിട്ട് പറഞ്ഞു ഇതാണ് അടിപൊളിയെന്ന്. അപ്പോൾ പിന്നെ അതിന് വേണ്ടി വന്നു എനിക്ക് ഷൂ തിരിച്ചു കിട്ടി. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. മേളിൽ നിന്ന് കാണിച്ചപ്പോൾ എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ കാണുന്ന വഴിയാണ് നമ്മൾ കായൽവാരത്തൂടെ സ്കൂളിലെത്തുന്നത്. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി. സ്കൂളിലെത്തിയപ്പോഴത്തേക്ക് ബെല്ലൊക്കെ അടിച്ചു, എല്ലാവരും ക്ലാസ്സിൽ കയറുമായിരുന്നു. ഞാൻ വേണം രജിസ്റ്റർ ടീച്ചേഴ്സിനെ കൊണ്ട് ഒപ്പിടിക്കാൻ. നമുക്ക് എക്സാം രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ട് അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിസീവ്ഡ് എന്ന് അതിൽ സൈൻ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും. പിന്നെ പാക്ക് പൊട്ടിച്ചിട്ടാണ് അവർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലേക്കും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് അവിടെ നിന്ന് സൈനും മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇന്നാണല്ലോ ഈ പരിപാടി തുടങ്ങിയത്. പിന്നെ എല്ലാ ദിവസവും ഞാനിത് കാണിക്കണമെന്നില്ല കേട്ടോ. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഇങ്ങനെയാണ് സ്കൂളിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇന്നങ്ങ് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. LKG UKG സ്റ്റാൻഡേർഡ് 1 and 2 ആണ് താഴത്തുള്ളത്. മേളിലാണ് 3rd and 4th ഇരിക്കുന്നത്. അപ്പോൾ 3rd-നെയും 4th-നെയും ഇന്ന് തൊട്ട് ഷഫിൾ ചെയ്തിരുത്താമെന്നാണ് എൻ്റെ പ്ലാൻ. ഫസ്റ്റ് ഡിക്റ്റേഷൻ ആകുമ്പോൾ നമ്മൾ ഈ ഷഫ്ലിംഗ് പാടായിരിക്കും, കാരണം വേർഡ്സ് പറഞ്ഞു കൊടുക്കുമല്ലേ. ഇതാകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഇരിക്കുന്നതല്ലേ. ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വേലയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പിള്ളേർ തന്നെയാണ്. ഇവരുടെ ഫെയർവെല്ലാണ് 28-ന്. ഫെയർവെല്ലിൻ്റെ സമയത്ത് ഞാൻ കരയണം, ഞങ്ങളെല്ലാവരും കരയണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ കരയും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു ബാച്ചിനെ. അങ്ങനെ അവിടെ എക്സാമൊക്കെ നടക്കുന്നു. ഞാൻ ദേ ഇവിടെ വന്നിട്ട് നമ്മുടെ രജിസ്റ്റേഴ്സൊക്കെ ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കുകയാണ്. ഓരോ ഫയലിന് സെറ്റാക്കണം. ഇന്ന് തൊട്ട് ആൻസർ ഷീറ്റ്സ് വന്നു തുടങ്ങുമല്ലോ. അത് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി എനിക്ക് കോഫിയും കൊണ്ടുവന്നു. ഞാൻ മമ്മിയുടെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. LKG-യിൽ കുട്ടികൾ കൂടുതലായതുകൊണ്ട് LKG-യിലും UKG-യിലും
അപ്പോൾ എല്ലാവർക്കും പേഴ്സണൽ അറ്റൻഷൻ വേണം. കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 2 ക്ലാസ്സിലും ഡ്യൂട്ടി ഇല്ലാത്ത ടീച്ചേഴ്സും അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഇരിപ്പുണ്ട്. പ്ലസ് എൻ്റെ അടുത്തോട്ടും ഓരോ ആൾക്കാരെ വിടും. കിൻഡർ ഗാർഡനിൽ നമുക്ക് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചാലേ എല്ലാവരും ടൈമിൽ എഴുതി കഴിയത്തുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ പഞ്ചാബി ഹൗസ് കളിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഡയറക്റ്റായിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവന് മറന്നു പോകുന്ന അക്ഷരങ്ങൾ ഞാൻ എഴുതി കാണിക്കുക. പക്ഷേ അവൻ എന്നെക്കാളും മിടുക്കനാണ്. അവൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കറക്റ്റായിട്ട് ആ ലെറ്റർ എഴുതി കാണിച്ചു. ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടല്ലേ കാണിക്കുന്നത്. അവൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കറക്റ്റായിട്ട് ഇതാണോ എന്ന് ചോദിക്കുവാണ്. 12 മണിയാകുമ്പോഴേക്കും നമ്മുടെ എക്സാം തീരും. 12:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും. വാനും പോയിട്ടുണ്ടാവും 2 ട്രിപ്പ്. 12:45 ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തും. നേരെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ആദ്യം കുക്കു സാറിനാണ് കേട്ടോ കൊടുക്കുന്നത്. ഞങ്ങൾ ആലന് വാരി കൊടുക്കുമ്പോഴും കുക്കുവിന് വാരി കൊടുക്കുമ്പോഴും എല്ലാം ആലനും അമ്മയൊക്കെ ചോദിക്കും, നിനക്ക് ഒരുമിച്ച് ഇട്ടുകൂടെ, നിനക്കും കൂടെ കഴിച്ചുകൂടെ എന്നൊക്കെ. ബട്ട് നോട്ട് ദ പോയിൻറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇവരൊക്കെ എത്രത്തോളം കഴിച്ചെന്നുള്ളത് മനസ്സിലാവത്തില്ലല്ലോ. ഞാൻ ചിലപ്പോൾ കുറച്ച് തോനെ കഴിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ കുക്കു ഒത്തിരിയേ കഴിക്കത്തുള്ളായിരിക്കും, ഞാൻ തോനെ കഴിച്ചിട്ടുണ്ടാവും. എനിക്കത് അറിയണം. ഞാൻ എടുക്കുന്ന അത്രയും ചോറ് അവർ കഴിക്കണം. അപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത്. ചോറും തിളപ്പിച്ച അയിലയും വറുത്ത മീനും ക്യാബേജ് തോരനും പിന്നെ അമ്മ ഇത്തിരി ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ തിളപ്പിച്ച കറീൻ്റെ കൂടെ ചമ്മന്തി കൂട്ടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അതൊരു കോമ്പിനേഷനാണെന്നാണ് അമ്മ പറയുന്നത്. ആണ് കേട്ടോ. അതിൻ്റെ വേരുകൾ തപ്പിപ്പോയാലുണ്ടല്ലോ, എൻ്റെ അപ്പന് ഇഷ്ടമുള്ള കോമ്പിനേഷനാണത്. അമ്മയ്ക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് ഇഷ്ടങ്ങളൊന്നുമില്ല. കറിയില്ലെങ്കിലും പച്ചമുളകും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കുന്ന അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അപ്പൻ്റെ ഒരു കോംബോ ആയതുകൊണ്ടാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് തിളപ്പിക്കുമ്പോൾ ഇപ്പുറത്തെ ചമ്മന്തിയും കൂടെ അരച്ച് വെക്കാനായിട്ട് അമ്മയ്ക്ക് തോന്നുന്നത്. അങ്ങനെ കുക്കുവിന് ചോറ് കൊടുത്തു. ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങി. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അതായത് ഉച്ചയുറക്കം കുറച്ച് ടൈമൊന്ന് കുറച്ചു. കാരണം നാളെ കുക്കു സാറിന് മലയാളമാണ്. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങിയാലേ പാതിരാത്രിയെങ്കിലും പഠിച്ചു തീരത്തുള്ളൂ. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് നിലു നല്ല ഉറക്കം. അമ്മ ആദ്യം എണീറ്റ് ഒരു കട്ടനൊക്കെ ഇങ്ങോട്ട് ഓടിക്കും കേട്ടോ, പിരിവിന് പോകേണ്ട സമയത്ത്. അപ്പം ഞാനിപ്പോൾ എണീറ്റപ്പോൾ പറഞ്ഞു എനിക്കും കൂടി ഇട്ട് വെച്ചുകൂടായിരുന്നു എന്ന്. അപ്പം അമ്മ പറയുക, നിനക്കിനി ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കലും കാര്യമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരുമിച്ചല്ലേ ചായ ഇടുന്നത്, വീഡിയോ എടുക്കാനൊക്കെ ആയതുകൊണ്ട്. പക്ഷേ അമ്മയ്ക്കറിയില്ലല്ലോ സൽസ ശാപം പോലെ ഇവിടെ പഴംപൊരി ശാപം നടക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ ഇന്നും പഴംപൊരി ഉണ്ടാക്കുന്നില്ല. കാരണം അമ്മ അമൃതം ആക്കി വെച്ചത്, കുക്കു അമൃതം കുടിക്കുന്നതേ ഉള്ളൂ. കരണ്ട് പോയി, മഴ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം. ഇടിയും മിന്നലുമൊക്കെ വന്നാൽ ഞാൻ അപ്പോൾ ഓഡിയോ നിർത്താം. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്ന ഇടിയുടെ ഒച്ചയൊന്നുമില്ല, പാറ ഇറക്കുന്ന സൗണ്ടാണ്. നല്ല ഒച്ചത്തിൽ കേൾക്കും കേട്ടോ. ഇടിയാണ്, തെറ്റിദ്ധരിക്കട്ടെ. ഞാനിപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് വീണ്ടും ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ തുടങ്ങി, ഇടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ സൈഡിൽ ഓവുന്ന വെള്ളം വീഴുന്ന സൗണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കേൾക്കാൻ പറ്റുമായിരിക്കും. പ്ലസ് പുറത്ത് ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കെട്ടിയോനും ടീംസും ഒക്കെ കൂടെ നമ്മുടെ കാർ പോർച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇമാതിരിയുള്ള ഒച്ചകളൊക്കെ കേൾക്കും, ആർപ്പും ആരവങ്ങളും ഒക്കെ കേൾക്കും. പാത്രം കഴുകി കഴിയുമ്പോഴേക്കും എൻ്റെ ചായയും റെഡിയാവണം എന്നുള്ളൊരു ഇത് ഞാൻ മൈൻഡിൽ വെച്ചിട്ട് ആദ്യം അമ്മ കട്ടനിട്ട് കുടിച്ച പാനങ്ങ് കഴുകിയിട്ട് അതിൽ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കട്ടൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കട്ടൻ ചായ റെഡിയായി. അതിൽ ഷുഗറൊക്കെ അമ്മയാണ് കേട്ടോ ഇട്ടത്. എന്തുറക്കം എന്ന് പറഞ്ഞാലും അമ്മ പിരിവിന് പോകാൻ ഇറങ്ങാൻ നേരമാകുമ്പോൾ അവൻ എണീക്കും. പിന്നെ ഞാൻ അവന് അമൃതം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അമൃതം കൊണ്ട് കൊടുത്തു. അമൃതം അവൻ കുടിക്കുന്നത് ആ സോഫയിലിരുന്നിട്ട്. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ സോഫയ്ക്ക് കവർ മേടിക്കേണ്ടി വന്നത്. ഇടയ്ക്ക് ഇടി കുടുങ്ങുന്ന സൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആക്ച്വലി ഇടി കുടുങ്ങുന്നതാണ്. പണി നിർത്തി. അത്രയും മഴയത്ത് അവർക്ക് ആ പൂഴിമണ്ണിൽ പണിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ മലയാളം പഠിത്തമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഈ ഗ്യാപ്പിൽ വീട്ടിൻ്റെ പുറകിൽ കൂടെ പിരിവിന് പോയി. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇവൻ കരയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ കരച്ചിലങ്ങ് അപ്പുറത്തിൽ ഇല്ലിയമ്മച്ചി കേൾക്കണം. അമ്മച്ചി വന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതാണെങ്കിൽ ഇവനെ കൊണ്ടുപോകണം. അങ്ങനെ അമ്മച്ചി വന്ന് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കാർത്തുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ശാന്താൻ്റെ വന്നപ്പോൾ അവരങ്ങ് പോയി. അവനെ ഞാൻ മതിൽ വഴി കൊടുത്തു. അമ്മച്ചിക്ക് അവനെ എടുത്തുകൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല. പിന്നെ റോട്ടിലാണെങ്കിൽ അവൻ ഓടുകയും ചെയ്യും. സൺസെറ്റ് ഇന്നതേ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് സംഭവം ആ നേരെ കണ്ട ക്ലൗഡിലേക്ക് അങ്ങ് പോയി. പിന്നെ ആളെ കാണാനില്ലായിരുന്നു. ഒരു ചെറിയ മഞ്ഞ കലർന്ന കുങ്കുമത്തിൻ്റെ നിറത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾക്ക് മഞ്ഞ ഈവനിങ്സാണ്. അതിങ്ങനെ ക്ലൗഡ് കൊണ്ടുപോകുന്ന സമയത്ത്, അതല്ല സണ്ണിനെ ക്ലൗഡ് കൊണ്ടുപോകുന്ന സമയത്ത്. ആലന് കൊടുക്കാനുള്ള ഓട്സാണ് ഞാൻ കുക്കു അമൃതം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സൈഡിൽ നനച്ച് വെച്ചിരുന്നത്. ഓട്സും ഒരു ബനാനയും കുറച്ച് ഷുഗറും ഇത്തിരി ചോക്ലേറ്റ് സിറപ്പും ചേർത്ത് പാലും കൂടെ ചേർത്തിട്ട് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി. ചായ ഇട്ടിട്ടില്ലല്ലോ, ഞാൻ മാത്രമേ ചായ കുടിച്ചിട്ടുള്ളൂ.
സ്മൂത്തി റെഡിയായി. മലയാളം പഠിത്തത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുക്കാനായിട്ട് ഈ കിട്ടിയ സമയത്ത് ആലൻ്റെ അടുത്ത് കുക്കു സാർ ഒന്ന് പറഞ്ഞു നോക്കി, പക്ഷേ നടന്നില്ല. എക്സാം ടൈമിൽ ഇവനെ പുറത്തിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഇനി തിരിച്ച് അകത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക് കരച്ചിലായിരിക്കും. ഞാൻ എന്തിനാണ് തിരിഞ്ഞോടിയെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. മോട്ടറോ മറ്റോ നിറഞ്ഞിട്ടുണ്ടാവണം, അതിനായിരിക്കും. അങ്ങനെ ദേ നിലുവും സ്മൂത്തി ട്രൈ ചെയ്യുകയാണ്. ശാന്താൻ്റി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡ്രസ്സ് ഞാൻ കയ്യിൽ കൊടുത്താണ് കേട്ടോ വിട്ടിരുന്നത്. അവിടുന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആലൻ സിസിജിയിൽ നിന്ന് വരുന്നത് അതുവഴിയാണ് വരുന്നത്. നമ്മുടെ റോഡ് ക്ലോസ് ആയതുകൊണ്ട് വില്യംസിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കാണുന്ന വഴി കൂടെ വേണം വരാൻ. അപ്പോൾ ആ വണ്ടിയിൽ കയറി ആൾ തിരിച്ച് വന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ ഇവനാണെന്ന് കേട്ടോ, ഇവനാണെന്നാണ് ഇവൻ പറയുന്നത്, പക്ഷേ ഇവനല്ല. ആ ഫോട്ടോസ് ആ ഒരു സൈഡ് ഞാൻ അത്ര ക്ലോസ് ആയിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആലനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവനാണെന്നാണ്. ആ പകടു എന്താണെന്നറിയാമോ? നസറുദ്ദീൻ മുല്ല പട്ടണത്തിലേക്ക് പുറപ്പെടാൻ കാരണമെന്ത് എന്നാണ് ചോദ്യം. ഉത്തരം, വിരുന്ന് സത്കാരത്തിൽ പങ്കെടുക്കാനാണ് നസറുദ്ദീൻ മുല്ല പട്ടണത്തിലേക്ക് പുറപ്പെട്ടതെന്ന്. ഈ വിരുന്നു വരുന്നു എന്നെഴുതും, സത്കാരം സത്കാരം എന്ന് എഴുതും, പങ്കെടുക്കാൻ പകെടുക്കാനെന്നും എഴുതും. അതാണ് ആ നടക്കുന്നത്. ഇനി ഞാൻ ആ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിലുള്ള ആദ്യത്തെ ഫോട്ടോ കുക്കു സാറാണ്. ഇത് നിലു, അത് കുക്കു എന്നൊക്കെ അവൻ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. പക്ഷേ ഇവിടെ നിലുവിൻ്റെ ഫോട്ടോ ഒന്നും സത്യം പറഞ്ഞ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല. ഇതും കുക്കുവാണ്. പിന്നെ അത് അപ്പച്ചൻ, അതായത് ലില്ലിയംജിയുടെ ഹസ്ബൻഡ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയി. ഇത് ഞാനും ആലനും കുക്കുവാണ്. ഞാൻ ആ സമയത്ത് കുക്കു ജനിക്കുന്ന സമയത്ത് ഞാൻ FBയിൽ ഒരു സ്കെച്ച് കണ്ടതാണ്, ഇതുപോലെ ഇങ്ങനെ ഒരു വരച്ചേക്കണ സാധനം. അപ്പോൾ ഞങ്ങളത് റീക്രിയേറ്റ് ചെയ്തതാണ് ആ ഫോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല. രാത്രിത്തേക്ക് ദോശമാവ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. ഒരു തക്കാളിക്കറിയുടെയൊക്കെ ടേസ്റ്റ് വരും നമ്മൾ അയില തിളപ്പിക്കുന്നതിനെ. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് രാത്രി ചൂട് ദോശയും തക്കാളിക്കറിയും അയില തിളപ്പിച്ചതുമായിട്ട് കഴിക്കാനാണ് പ്ലാൻ. ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫ് എന്നോ മദറെന്നോ ഒക്കെ പറയാം. ദോശ കവറിൻ്റെ അകത്ത് കുറച്ച് മാവ് ഉണ്ടാവുമല്ലോ, അതും എടുത്തിട്ടു ഉപ്പും ഇത്തിരി സോഡാപ്പൊടിയും ചേർത്ത് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക്, അതായത് അലനക്ക് കഴിക്കുന്ന ഒരു പരുവാകുമ്പോൾ, ഇതൊരു 8 മണിയായിട്ടുണ്ടാവും. കുക്കുന് ചെറിയൊരു പരോള് കൊടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് തിരിച്ച് വന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും കൂടെ എഴുതണം. അമ്മ പിരിവിന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് മാങ്ങ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇനി ഒരു സിനിമയൊക്കെ കണ്ട് ഏകദേശം അത് തീരാറാവുമ്പോഴേക്കേ പിന്നെ ഇനി ഡിന്നർ കഴിക്കാനുള്ളതൊക്കെ ആവത്തുള്ളൂ, അല്ല ഡിന്നറിനുള്ള ടൈം ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു മാങ്ങ അരിഞ്ഞെടുത്ത് ഇത്തിരി ഉപ്പും മുളക് പൊടിയിട്ട് സിനിമയും കണ്ട് പോയിരുന്ന് കഴിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ ഇങ്ങനെ ക്ലിപ്സൊക്കെ FBയിൽ കാണുമ്പോഴാണ് ഞാൻ ഓരോ സിനിമകൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചൊരു സാധനമാണ് ജമുന ഡ്രൈവർ ജമുന എന്നോ അങ്ങനെ എന്താണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയ്ക്കൊന്നും സിനിമയില്ലായിരുന്നു. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന മാതിരിയാണ് എനിക്ക് പലതും തോന്നിയത്. അങ്ങനെ മാങ്ങയും തിന്ന് ഞാനിരുന്ന് സിനിമ കണ്ടു. സിനിമ വേർതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. നായികയെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടി പോലെ ആയിപ്പോയി. അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി പടം കണ്ടപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് ബട്ടർഫ്ലൈ ആയിട്ട് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്, അതായത് ഞാൻ ഓഡിയോ ആഡ് ചെയ്യുന്ന ദിവസം. അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചതാണ്, ഞാനത് വായിച്ച് കേട്ടു. തൻ്റെ ചുറ്റുമുള്ള ആ ചെറിയ ലോകം താൻ എന്ത് മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് കാട്ടിത്തരുന്നത്. എന്തൊരു നല്ല കോംപ്ലിമെൻ്റ് അല്ലേ. ആൻഡ് ഐ റിയലി ഫീൽസ് ലൈക്ക് ഹിസ് ചോയ്സ് ഓഫ് വേർഡ്സ് അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് മൈ ഹേർട്ട് വാസ് ലൈക്ക് ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ. ആലനും ഫ്രണ്ട്സും ഒക്കെ അതേ ക്യാരംസ് കളിക്കുകയാണ്. മഴ തുടങ്ങുമ്പോഴത്തേക്കും അകത്തോട്ട് കയറിക്കോളും. മഴ വരുന്നു എന്ന് കണ്ടപ്പോഴേക്ക് ഞാൻ വന്ന് ദോശ ചുടാൻ തുടങ്ങി. ആക്ച്വലി ആ ഫയർ വർക്ക്സ് നമ്മുടെ സെയിൻറ്റ് ജോസഫിൻ്റെ കുരിശടിയിലെ പെരുന്നാളാണ് മാർച്ച് 19. മാർച്ച് 18 ഞാൻ ആ ലോങ് വ്ലോഗ് എടുക്കുന്നതും. അപ്പോൾ രാത്രിയായപ്പോൾ കുക്കു സാർ വന്ന് പറഞ്ഞു ഫയർ വർക്ക്സ് നടക്കുന്നു, നമുക്ക് കടപ്പുറത്ത് പോയി കാണാമെന്ന്. കടപ്പുറത്തോട്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, JCB ഒക്കെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങളതുകൊണ്ട് ഇപ്പോഴത്തെ റോട്ടിൽ നിന്നിട്ടാണ് അത് കണ്ടത്. ഞാൻ നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാവ് അങ്ങനെ നല്ലപോലെ ഇങ്ങനെ കുതിർന്ന് പൊങ്ങി വന്നിരുന്നു. ബൈ ദ ബൈ, അത് പറഞ്ഞ ആളുടെ പേര് പറയാണ്ട് പോണത് മോശമല്ലേ. ഇമ്മാനുവൽ എന്നാണ് ഇൻസ്റ്റയിൽ നെയിം കിടക്കുന്നത്. ആൻഡ് ഐ എം റിയലി വെരി 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 താങ്ക്ഫുൾ.
അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ടിനെ ഞാൻ ട്രസ്റ്റ് ചെയ്ത് പോയല്ലോ. അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കുത്തുമല്ലോ. ചേട്ടാ എന്നാലും എന്ത് ധൈര്യത്തിലാണ് ഇത് ഇങ്ങനെ ചോദിച്ചേക്കുന്നതെന്നൊക്കെ. 2-3 നെഗറ്റീവ് കമൻസും അതിൻ്റെ റിയാക്ഷൻ വീഡിയോസും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്തായാലും അടുത്ത ഈ സംഭവത്തിന് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു 4K ആയിട്ടുള്ളൂ. ഓഫ് കോഴ്സ് ഇനിയും ഒരുപാട് നെഗറ്റിവിറ്റി ആയിട്ട് ഞാൻ ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെയാണ് ഈ പുഴുവിൻ്റെ സംഭവമൊക്കെ ആലോചിച്ച് ഞാൻ എൻ്റെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കി നിർത്തിയത്. പിന്നെ ഈ ഒരു ചേട്ടൻ്റെ മെസ്സേജ് വന്നപ്പോഴത്തേക്ക് ശരിയാണ്, നമുക്ക് ബട്ടർഫ്ലൈസും വരും, ഇതുപോലുള്ള വേംസും വരും. അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഈ പറയുന്ന ഡെഡ് ബോഡിയൊക്കെ കഴിക്കണ പുഴുക്കളെ എടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ദേ വോണ്ട് സർവൈവ്. അവർക്ക് അത്രയും നെഗറ്റിവിറ്റിയിൽ ത്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോ മാറ്റർ വാട്ട് യുവർ ചാനൽ ഇസ് അബൌട്ട്, നോ മാറ്റർ വാട്ട് യു ആർ ട്രൈയിങ് ടു കൺവേ, അതിലെ ഗുഡ്നെസ് ഒന്നും അവരൊന്നും എടുക്കത്തില്ല. നെഗറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടായിരിക്കും അവരുടെ മെയിൻ ഇൻറ്റൻഷൻ. ഓഫ് കോഴ്സ് അങ്ങനെ ആവുമ്പോൾ യു ഹാവ് ടു ഡീൽ വിത്ത് നെഗറ്റീവ് പീപ്പിൾ ആൻഡ് പോസിറ്റീവ് പീപ്പിൾ ടു. അതിപ്പോൾ ചാനലിൻ്റെ കാര്യം മാത്രം വെച്ചിട്ട് പറയണ്ട, ഞാനതിന് അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മളൊരു നല്ല ആളായതുകൊണ്ട് മാത്രം നമ്മളോട് എല്ലാവരും നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ല ദാറ്റ് ഇഫ് യു ആർ ഡൂയിങ് ഗുഡ് ടു സംബഡി അയാൾ തിരിച്ചത് ചെയ്യും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല. സോ നിങ്ങൾക്ക് നേരിട്ട് ആക്സസ് ഉള്ള ആളാണെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എറിഞ്ഞ അതേ കല്ലുകൊണ്ട് നിങ്ങൾക്ക് എവിടെ കൊണ്ടോ അതേ സ്പോട്ടിൽ എറിഞ്ഞു കൊടുക്കുക. ആൻഡ് ആക്സസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കുക. ഈ DK ചെയ്യുന്ന സാധനത്തിൽ പുഴു വരിക്കണമെങ്കിൽ അതിനെ മണ്ണിൽ കുഴിച്ചിടണം. നമ്മളെ മണ്ണിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എന്തിനാണ് നമ്മളെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാതിരിക്കുക. ബ്ലോക്ക് ദം, കീപ് ദം അവേ, കീപ് യുവർ സെൽഫ് അവേ. അവസാനത്തെ ദോശ അവിടെ ആയപ്പോഴത്തേക്ക് ഞാൻ പാത്രം കഴുകാൻ തുടങ്ങി. ആ ദോശ തിരിച്ചും മറിച്ച് വിടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പാത്രം കഴുകലും തീർന്നിട്ട് എനിക്ക് പോയി കിടക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. കുക്കു സാറിന് ഞാൻ കഴിക്കാനായിട്ട് കൊടുത്തിരുന്നു 2 ദോശയും ഇത്തിരി മീൻ കറിയായിട്ട്. അവൻ കഴിച്ചു കഴിഞ്ഞു. എല്ലാ പാത്രവും കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാത്രം കഴുകാൻ വന്നു. ദോശക്കല്ലിപ്പം കഴുകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പാത്രക്കടയിൽ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചൂടോടെ ഈ സാധനങ്ങളൊന്നും കഴുകാൻ പാടില്ല. പ്ലസ് ഈ പുതിയ കുക്ക്വെയർ സെറ്റിൽ പലതും മഞ്ജൂസ് വളരെ സ്നേഹത്തോടെ, ഞാൻ ഡിവേഴ്സ് ചെയ്യാത്ത എൻ്റെ മാമി വളരെ സ്നേഹത്തോടു കൂടി അയച്ചു തന്നേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ അമ്മയുടെ സൈഡിലുള്ള സഹോദരങ്ങളെയൊന്നും നിങ്ങൾ എൻ്റെ ഈ വീഡിയോസിലധികം കാണാത്തത്. അവർ 7 പെങ്ങന്മാർക്ക് 3 ആങ്ങളമാരാണ്. അപ്പോൾ ഒരു നാത്തൂൻ്റെ അടുത്ത് വരുന്നൊരു ഡിസ്റ്റൻസ് എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം, എസ്പെഷ്യലി ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ. ഞാൻ മാത്രമാണ് മാമിയുമായിട്ട് ഇപ്പോഴും ഇത്രയും ടച്ചുള്ളത്. മാമീന്നൊന്നും ഞാൻ വിളിക്കാറില്ല, ഞാൻ മഞ്ജൂസ് തന്നെയാണ് വിളിച്ച് തുടങ്ങിയിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതും ഞാൻ അംഗീകരിക്കണം അല്ലേ, അത് അവരുടെ ഭാഗം. ആൻഡ് ഫോർ ഓൾ ദ റൈറ്റ് റീസൺസ് ഐ ആം സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ഹർ. ആലൻ ലേറ്റ് ആവും വരുമ്പോൾ എടുത്ത് കഴിക്കാനായിട്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കിടന്നു. ഇത് ഉറങ്ങാനുള്ള പുറപ്പാടാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. A few moments later. ഇതാണ് ഇപ്പോൾ പറയാൻ പറ്റിയ കറക്റ്റ് ഡയലോഗ്. ഇതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ആലൻ എത്തി, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ കിടക്കാതെ 2 പേരും ഉറങ്ങത്തില്ല. പറയാൻ ഇത്തിരി കാര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് നീളം ഇത്തിരി കൂടുതലാണ്. നിങ്ങൾ സഹിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിരിച്ചിടുന്നതൊക്കെ വെറുതെയാണ്. അവനിപ്പോൾ 1 2 3 4 5 വരെ എണ്ണാൻ അറിയത്തുള്ളൂ, അതുകൊണ്ട് അത്രയും എണ്ണും. അപ്പോൾ ഈ ഒരു അംഗത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുവാണ്, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.